CKC ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എല്ലാം എന്റെ തലവിധി എന്നല്ലാതെ എന്തു പറയാനാ ജ്യോതി? ഇപ്പോ CKCയുടെ തലവിധി വരച്ചത് നിധിയാണെന്നുള്ള കാര്യം മറക്കണ്ട. ഗൗതമും നിധിയും പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കി. അവരുദ്ദേശിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞതൊക്കെ വിട്ടേക്ക് ജ്യോതി. ഇനി എന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, ഗൗതമിന്റെയും നിധിയുടെയും അന്ത്യം. രണ്ടെണ്ണവും തെരുവിൽ നിന്ന് ഭിക്ഷയെടുക്കുന്നത് എനിക്ക് കാണണം. പക്ഷേ ഗൗതം വളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് കുതിക്കുകയാണ് CKC. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഹൈടെക് സിറ്റിയുടെ പ്രോജക്റ്റ് ഇപ്പോ 50 കോടിയിൽ നിന്നും 500 കോടിയിലേക്ക് വളർന്നിരിക്കുകയാണ്. 500 കോടിയോ? ആ, എംവോക്ക് എന്ന പേരിൽ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉൾപ്പെടെ ഒരു വമ്പൻ പ്രോജക്റ്റായി അത് മാറി. ഒരു റീടെൻഡർ പോലും ഇല്ലാതെ ആ പ്രോജക്റ്റ് അതുപോലെ അങ്ങ് ഗൗതമിന് കൊടുത്തു എന്ന് മാത്രമല്ല, ഈ വരുന്ന 16-ാം തീയതി എഗ്രിമെന്റ് സൈൻ ചെയ്ത് ചിന്തിക്കാൻ പറ്റാത്തൊരു തുക അഡ്വാൻസ് ആയിട്ട് കൈപ്പറ്റാൻ പോവാ. 200 crores. അവിടം കൊണ്ടും തീർന്നില്ല വിശേഷം. വരുന്ന 27-ാം തീയതി എംവോക്ക് പ്രോജക്റ്റിന്റെ ഭൂമി പൂജയും നടക്കാൻ പോവാ. CKC പറഞ്ഞതുപോലെ തന്നെ ആ ഡോക്യുമെന്റ്സ് റെഡിയാക്കണം. ഗൗതം എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ അവൻ വരച്ചു തള്ളുന്നത് അവന്റെ പേരിലുള്ള സ്വത്തുക്കളും ബിസിനസ്സും മുഴുവനും പ്രണവിന്റെ പേരിലേക്ക് മാറ്റുന്ന ഡോക്യുമെന്റ്സിലായിരിക്കണം. സ്വത്തുക്കളും ബിസിനസ്സും മാത്രം പോരാ, അവന്റെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ സർവ്വതും പ്രണവിന്റെ പേരിലേക്ക് മാറ്റണം. ഉടുതുണി മാത്രമായിട്ടായിരിക്കണം ഗൗതമും നിധിയും ഈശ്വരമംഗലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. പക്ഷേ ഒരു സംശയം ഇപ്പോഴും ബാക്കിയുണ്ട് CKC. നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെന്റ്സിൽ ഗൗതമിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കാം. പക്ഷേ ആ ഡോക്യുമെന്റ്സ് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെ ലീഗലി വാലിഡ് ആവും? അത് പ്രണവിന് എങ്ങനെ സ്വന്തമാവും? ആ ഡോക്യുമെന്റ്സ് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെ ലീഗലി വാലിഡ് ആവും? അത് പ്രണവിന് എങ്ങനെ സ്വന്തമാവും? ആ ടെൻഷനൊക്കെ ജ്യോതി വിട്ടേക്ക്. കൃത്യമായി ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നതിനും ചെവി അറിയാതെ സബ് രജിസ്ട്രാർ ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്തെടുക്കാനും വേണ്ട ആളുകൾ വസുന്ധരയുടെ കയ്യിലുണ്ട്. വസുന്ധരയുടെ കയ്യിലോ? അതേന്നേ, തരികിടയ്ക്ക് കയ്യും കാലും വെച്ച ഒരു ആധാരം എഴുത്തുകാരൻ. നിസ്സാരക്കാരനല്ല. ഞാനിവിടെ ആരുടെയെങ്കിലും ഒരു ഫോൺ ഒപ്പിച്ച് വസുന്ധരയെ വിളിച്ച് സംസാരിച്ചോളാം. നീ പോയി വസുന്ധരയെ കണ്ടാൽ മാത്രം മതി. എന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈശ്വരമംഗലത്തിന്റെ മുഴുവൻ സ്വത്തുക്കളുടെയും ഡീറ്റെയിൽസ് വസുന്ധരയെ ഏൽപ്പിക്കണം. 16-ാം തീയതി ഗൗതം ഹൈടെക് സിറ്റിയുടെ എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ അതിനൊപ്പം കൊടുക്കുന്ന നമ്മുടെ ഡോക്യുമെന്റ്സിലും സൈൻ ചെയ്യും. നമ്മുടെ ഡോക്യുമെന്റ്സ് വാങ്ങി വസുന്ധരയെ ഏൽപ്പിച്ചാൽ അത് രജിസ്റ്റർ ചെയ്ത് ഭദ്രമായി തിരികെ എത്തിക്കും. ആ ഡോക്യുമെന്റ്സ് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് ഒരു കേസ് മൂവ് ചെയ്താൽ അതോടെ ഗൗതമിനും നിധിക്കും ഭിക്ഷക്കാരെ പോലെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ആ കാഴ്ച കാണാനായി CKCയും പുറത്തുണ്ടാവും. അതിനുള്ള വഴികൾ ഞാനും ഓംപ്രകാശ് വക്കീലും ആലോചിക്കുന്നുണ്ട്.